കൊമേഴ്സ് ട്യൂട്ടർ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്ലാസ് 12 ബിസിനസ് സ്റ്റഡീസിൻ്റെ ചാപ്റ്റർ 2 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ഇതിൻ്റെ പാർട്ട് 3യിലേക്കാണ് കിടക്കുന്നത്. ഈ മൂന്നാം ഭാഗത്ത് ഹെൻറി ഫയോളിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റാണ് നമ്മൾ മെയിൻലി ചർച്ച ചെയ്യുന്നത്. ഹെൻറി ഫയോളിൻ്റെ ബയോഡേറ്റ ഒന്ന് ശ്രദ്ധിക്കുക. ഹി വാസ് എ ഫ്രഞ്ച് എഞ്ചിനീയർ ഇൻ എ മൈനിങ് കമ്പനി. ഒരു മൈനിങ് കമ്പനിയിൽ മൈനിങ് എഞ്ചിനീയറായിട്ടാണ് അദ്ദേഹം ജോലിയിൽ പ്രവേശിക്കുന്നത്. ഹി ബിക്കം ദ മാനേജിങ് ഡയറക്ടർ ഓഫ് ദാറ്റ് കമ്പനി. തുടർന്ന് അദ്ദേഹം ആ കമ്പനിയുടെ മാനേജിങ് ഡയറക്ടറായി മാറി എന്നുള്ളതാണ്. ഹിസ് ഫേമസ് ബുക്ക് ദ ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ്, ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ബുക്ക്. ഹീ ഈസ് റിഗാർഡ് ആസ് ദ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ്. ആധുനിക മാനേജ്മെൻറ്റിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തിയാണ് ഹെൻറി ഫയോൾ. ഹി ഹാസ് പ്രൊപ്പൗണ്ടഡ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. ഹെൻറി ഫയോളിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ 14 മാനേജ്മെൻറ്റ് തത്വങ്ങളാണ്. ഇന്നും വളരെ പ്രസക്തമായിട്ടുള്ള അല്ലെങ്കിൽ മാനേജർമാർക്ക് ഇന്നും ഗൈഡൻസ് ആയിട്ടുള്ള 14 മാനേജ്മെൻറ്റ് തത്വങ്ങൾ, ജനറൽ മാനേജ്മെൻറ്റ് തത്വങ്ങൾ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് തത്വങ്ങൾ അദ്ദേഹം ആവിഷ്കരിക്കുകയുണ്ടായി. ഹെൻറി ഫയോളിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് സ്കൂൾ ഓഫ് തോട്ട് അല്ലെങ്കിൽ ഫങ്ഷണൽ മാനേജ്മെൻറ്റ് ഏരിയയിലാണ് അദ്ദേഹം പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടമെന്ന് പറയുന്നത് 1841 ജനനം, 1925 മരണപ്പെട്ടത്. 1841 മുതൽ 1925 വരെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം. ഹെൻറി ഫയോളിൻ്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ്, മാനേജ്മെൻറ്റ് വിജ്ഞാനശാഖയ്ക്ക് അദ്ദേഹം നൽകിയ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്ലി, ഹെൻറി ഫയോൾസ് ഫേമസ് ബുക്ക് ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് ഈസ് വൈഡ്ലി കൺസിഡർഡ് ആസ് എ ഫണ്ടമെൻ്റൽ ബുക്ക് ഇൻ ക്ലാസിക്കൽ മാനേജ്മെൻറ്റ് തിയറി. ക്ലാസിക്കൽ മാനേജ്മെൻറ്റ് തിയറിയിലെ ഒരു ഫൗണ്ടേഷണൽ വർക്കായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഫേമസ് ബുക്കായിട്ടുള്ള ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് കരുതപ്പെടുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭാവന. അദ്ദേഹത്തിൻ്റെ ഫേമസ് ബുക്കായിട്ടുള്ള ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് ക്ലാസിക്കൽ മാനേജ്മെൻറ്റ് തോട്ടിലെ ഏറ്റവും ഫണ്ടമെൻ്റലായിട്ടുള്ള ഒരു വർക്കായിട്ടാണ്, അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഫൗണ്ടേഷണൽ വർക്കായിട്ടാണ്, അല്ലെങ്കിൽ ഏറ്റവും ഫണ്ടമെൻ്റലായിട്ടുള്ള ഒരു വർക്കായിട്ടാണ് അതിനെ പരിഗണിക്കുന്നത്. ഫയോൾ വാസ് ദ ഫസ്റ്റ് ടു ഐഡൻറ്റിഫൈ ദ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ആദ്യമായിട്ട് മാനേജേഴ്സിൻ്റെ ഫങ്ഷൻസിനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത വ്യക്തി എന്ന നിലയിലും ഹെൻറി ഫയോൾ അറിയപ്പെടുന്നു. ഫയോൾ വാസ് ദ ഫസ്റ്റ് ടു ഐഡൻറ്റിഫൈ ദ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. അദ്ദേഹം മാനേജ്മെൻറ്റ് ഫങ്ഷൻസിനെ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത് പ്ലാൻ, ഓർഗനൈസ്, കമാൻഡ്, കോർഡിനേറ്റ് ആൻഡ് കൺട്രോൾ. ഇങ്ങനെ 5 മാനേജ്മെൻറ്റ് ഫങ്ഷൻസാണ് ആദ്യമായിട്ട് അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്തത്. അപ്പോൾ മാനേജേഴ്സിൻ്റെ ഫങ്ഷൻസിനെ ലിസ്റ്റ് ഔട്ട് ചെയ്തു അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് കാറ്റഗറൈസ് ചെയ്തു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ക്രെഡിറ്റാണ്. ആദ്യമായിട്ട് മാനേജ്മെൻറ്റ് ഫങ്ഷൻസിനെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അതിനെ ലിസ്റ്റ് ഔട്ട് ചെയ്തത് ഹെൻറി ഫയോളാണ്. പ്ലാൻ, ഓർഗനൈസ്, കമാൻഡ്, കോർഡിനേറ്റ് ആൻഡ് കൺട്രോൾ എന്നിങ്ങനെയാണ് മാനേജ്മെൻറ്റ് ഫങ്ഷൻസിനെ അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്തത്. ആൻഡ് അഗെയിൻ he propounded 14 principles of management as general guidelines for practicing managers. ഇപ്പോൾ മാനേജേഴ്സായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് പൊതു മാർഗനിർദ്ദേശം എന്ന നിലയിൽ 14 തത്വങ്ങൾ അദ്ദേഹം ആവിഷ്കരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഈ 14 പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ അതിനെ 14 കമാൻഡ്മെൻറ്റ്സ് ഓഫ് മാനേജ്മെൻറ്റ്, മാനേജ്മെൻറ്റിലെ 14 കൽപ്പനകൾ എന്നാണ് അവ അറിയപ്പെടുന്നത്. ഇന്നും ഹെൻറി ഫയോൾ മാനേജ്മെൻറ്റ് രംഗത്ത് അറിയപ്പെടുന്ന ഒരു സ്കോളറായി മാറുന്നത് അദ്ദേഹത്തിൻ്റെ ഈ 14 പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. സോ ഹി propounded 14 principles of management as general guidelines for
പ്രാക്ടീസിങ് മാനേജേഴ്സ്. ഈ 14 പ്രിൻസിപ്പിൾസ് ആണ് നമ്മളിനി ചർച്ച ചെയ്യുന്നത്. ഹെൻറി ഫയോളിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻ്റ് ആണ് നമ്മളിനി ചർച്ച ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ 14 മാനേജ്മെൻറ്റ് തത്വങ്ങൾ. ദ ഫസ്റ്റ് വൺ ഈസ് ഡിവിഷൻ ഓഫ് വർക്ക്, അല്ലെങ്കിൽ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയാറുണ്ട്, തൊഴിൽ വിഭജനം. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ, work can be performed more efficiently if it is divided into specialized tasks and each performed by a specialist or trained employee. അപ്പോൾ അവിടെ ഒരു സ്ഥാപനത്തിലെ വർക്കിനെ സ്മോളർ ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്യണമെന്നും ആ ഓരോ ടാസ്കും ഓരോ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രെയിൻഡ് എംപ്ലോയിയെ ഏൽപ്പിക്കണമെന്നാണ് ഈ തത്വത്തിൽ അനുശാസിക്കുന്നത്. തൊഴിൽ വിഭജനം, അതായത് വർക്കിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഓരോ ടാസ്കിനെയും പ്രത്യേകം ജീവനക്കാരെ ചുമതലപ്പെടുത്തണമെന്നാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. സോ ദിസ് ഡിവിഷൻ ഓഫ് വർക്ക് ലീഡ്സ് ടു സ്പെഷ്യലൈസേഷൻ. നമുക്കറിയാം, സിംപിളി ഒരു വെൽഡിംഗ് വർക്ക്ഷോപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ വെൽഡിംഗ് വർക്ക്ഷോപ്പിലെ ജോലി എന്ന് പറയുന്നത് നിങ്ങളൊക്കെ വീക്ഷിച്ചിട്ടുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എല്ലാവരും ഒന്നിച്ച് ഒരേ ജോലിയല്ല ചെയ്യുന്നത്. ചില വ്യക്തികൾ ആവശ്യാനുസരണം വലിപ്പത്തിൽ അവിടെ ഇരുമ്പ് ദണ്ടുകൾ മുറിക്കുന്നുണ്ടാവും. മറ്റു ചിലർ പല ഷേപ്പിൽ അതിനെ ഫോം ചെയ്യുന്നുണ്ടാവും. എന്നാൽ മറ്റു ചിലരാകട്ടെ അത് വെൽഡ് ചെയ്യുന്നുണ്ടാവും. ഇനി മറ്റൊരു ഗ്രൂപ്പ് എംപ്ലോയീസ് എന്ന് പറയുന്നത് അവിടെ പ്രൈമർ അടിക്കാനോ അല്ലെങ്കിൽ പെയിൻറ്റിങ് ജോലികൾക്കോ ആയിരിക്കും എൻഗേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ആ വെൽഡിംഗ് ഷോപ്പിനെ വർക്കിനെ സ്മോളർ ടാസ്കുകളായിട്ട് അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിലൂടെ അവിടെ സ്പെഷ്യലൈസേഷൻ ആർജിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഒരേ വ്യക്തി തന്നെ സ്ഥിരമായിട്ടൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ അവർ സ്പെഷ്യലിസ്റ്റായിട്ട് മാറും. അപ്പോൾ അതിലൂടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ സാധിക്കും. സ്പെഷ്യലൈസേഷൻ ലീഡ്സ് ടു എഫിഷ്യൻസി ഇൻ ദ ഓർഗനൈസേഷൻ. അപ്പോൾ ഒരേ ജോലി സ്ഥിരമായിട്ട് ജീവനക്കാർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ അതിൽ പ്രാവീണ്യം നേടുകയും അതിലൂടെ സ്ഥാപനത്തിൽ എഫിഷ്യൻസി ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്യും. So, Fayol applies this principle to both technical and managerial work. ടെക്നിക്കൽ വർക്കുകൾക്ക് മാത്രമല്ല, മാനേജർ വർക്കുകൾക്കും ഇത്തരം ഡിവിഷൻ ഓഫ് വർക്ക് നടപ്പിലാക്കണമെന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു ഹെൻറി ഫയോൾ. ഹെൻറി ഫയോളിൻ്റെ ഒന്നാമത്തെ തത്വമാണ് അപ്പോൾ ഡിവിഷൻ ഓഫ് വർക്ക്. ഈ ഡിവിഷൻ ഓഫ് വർക്ക് ബിസിനസ് സ്ഥാപനങ്ങൾ മാത്രമല്ല, നമ്മുടെ വീടുകളിലും ഡിവിഷൻ ഓഫ് വർക്ക് എന്നുള്ള ആ പ്രിൻസിപ്പിൾ നടപ്പിലാക്കുക വളരെ എളുപ്പമാണ്. അപ്പോൾ ഒരേ ജോലി സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിലവർ സ്പെഷ്യലിസ്റ്റായിട്ട് മാറുമെന്നുള്ളതാണ് ഈ ഡിവിഷൻ ഓഫ് വർക്കിൻ്റെ മേന്മ. എല്ലാവരും കൂടെ ചേർന്ന് വർക്ക് ചെയ്യാതെ അവിടെ വർക്കിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് സ്മോളർ ടാസ്കുകളായിട്ട് സ്പെഷ്യലൈസ്ഡ് ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഓരോ സ്പെഷ്യലിസ്റ്റുകളെയും അത് ഏൽപ്പിക്കുന്നു, അല്ലെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ആ ജോലി ഏൽപ്പിക്കുന്നു. അപ്പോൾ അതിലൂടെ നമുക്കറിയാം സ്പെഷ്യലൈസേഷൻ മാത്രമല്ല, നേരെ തിരിച്ച് ജോലിയിലുള്ള ഉത്തരവാദിത്വം ഏൽപ്പിക്കാനും കഴിയുന്നുണ്ട്. എല്ലാവരും കൂടെ ചേർന്നൊരു ജോലി ചെയ്യുമ്പോൾ അവിടെ റെസ്പോൺസിബിലിറ്റി അസൈൻ ചെയ്യുക അത്ര എളുപ്പമല്ല. നേരെ തിരിച്ച് അവിടെ പ്രത്യേകമായിട്ടുള്ള എംപ്ലോയീസിനെ ഓരോ വർക്കും ചുമതലപ്പെടുത്തുമ്പോൾ അവിടെ റെസ്പോൺസിബിലിറ്റി അസൈൻ ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു മേന്മയുണ്ട്. അതുകൊണ്ട് ഡിവിഷൻ ഓഫ് വർക്കിലൂടെ സ്പെഷ്യലൈസേഷനും അതിലൂടെ എഫിഷ്യൻസിയും ദെൻ ഹയർ പ്രൊഡക്ടിവിറ്റിയും ദെൻ മിനിമം വേസ്റ്റേജസും ഉണ്ടാകുന്നു. തന്നെയുമല്ല, റെസ്പോൺസിബിലിറ്റി കൃത്യമായിട്ട് അസൈൻ ചെയ്ത് കൊടുക്കാനും ഇതിലൂടെ സാധ്യമാണ്. ദെൻ ദ സെക്കൻഡ് പ്രിൻസിപ്പിൾ ഈസ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അധികാരവും ഉത്തരവാദിത്വവും. എന്താണ് അതോറിറ്റി എന്ന് പറയുന്നത്? അതോറിറ്റി ഈസ് ദ റൈറ്റ് ടു ഗിവ് ഓർഡേഴ്സ് ആൻഡ് ഒബ്റ്റെയിൻ ഒബീഡിയൻസ്. നിർദ്ദേശങ്ങൾ കൊടുക്കാനുള്ള അല്ലെങ്കിൽ ഓർഡറുകൾ നൽകാനുള്ള അവകാശമാണ്.
അല്ലെങ്കിൽ മറ്റുള്ളവരെ അനുസരിപ്പിക്കാനുള്ള ഒരു അവകാശമാണത്, അധികാരം എന്ന് പറയുന്നത്. ബട്ട് റെസ്പോൺസിബിലിറ്റി ഈസ് ദ ഓബ്ലിഗേഷൻ ടു പെർഫോം അസൈൻഡ് ഡ്യൂട്ടീസ്. ഏൽപ്പിച്ച ജോലികൾ നിറവേറ്റാനുള്ള അല്ലെങ്കിൽ നിർവഹിക്കാനുള്ള ബാധ്യതയാണ് അപ്പോൾ ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഹെൻറി ഫയോൾ ഈ തത്വത്തിലൂടെ പറയുന്നത് ദർ ഷുഡ് ബി എ ബാലൻസ് ബിറ്റ്വീൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അധികാരവും ഉത്തരവാദിത്വവും തമ്മിൽ ഒരു പാരിറ്റി ഉണ്ടാവണം, ഒരു പ്രോപ്പർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. അധികാരത്തിന് തക്കതായിട്ടുള്ള ഉത്തരവാദിത്വം നൽകേണ്ടതുണ്ട്, അല്ലെ ഉത്തരവാദിത്വം നൽകുന്നതിനോടൊപ്പം അതോറിറ്റിയും തക്കതായിട്ടുള്ള അധികാരവും നൽകേണ്ടതുണ്ട്. ആൻ ഓർഗനൈസേഷൻ ഷുഡ് ബിൽഡ് safeguards against abuse of managerial power. At the same time, a manager should have necessary authority to carry out his responsibility. അപ്പോൾ അധികാരവും ഉത്തരവാദിത്വവും തമ്മിൽ ഒന്നിച്ചു പോകേണ്ടതാണ്. അതായത് ഉത്തരവാദിത്വം മാത്രം ഏൽപ്പിച്ചാൽ പോരാ, ആ ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള അധികാരം നൽകേണ്ടതുണ്ട്. നേരെ തിരിച്ച് ഉത്തരവാദിത്വമില്ലാതെ അതോറിറ്റി മാത്രം കൊടുത്താൽ നമുക്കറിയാം അവരുടെ പവർ മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അബ്യൂസ് ഓഫ് മാനേജറിയൽ പവർ ഉണ്ടാകും. അധികാരം മാത്രമേ ഉള്ളൂ, ഉത്തരവാദിത്വമൊന്നും ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ അവിടെ അധികാര ദുർവിനിയോഗത്തിനുള്ള സാധ്യതകളുണ്ട്. നേരെ തിരിച്ച് ഒരാൾക്ക് തൻ്റെ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ആ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യണമെങ്കിൽ ചില അധികാരങ്ങളും ആവശ്യമുണ്ട്. അതുകൊണ്ട് അധികാരവും ഉത്തരവാദിത്വവും ഒന്നിച്ചു പോകേണ്ടതാണ്. അധികാരം നൽകുമ്പോൾ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുക്കണം, നേരെ തിരിച്ച് ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അത് പെർഫോം ചെയ്യാനുള്ള അധികാരവും നൽകേണ്ടതുണ്ട്. അപ്പോൾ രണ്ട് തമ്മിലൊരു പ്രോപ്പർ ബാലൻസ് വേണം. ദ തേർഡ് പ്രിൻസിപ്പിൾ ഈസ് ഡിസിപ്ലിൻ. അച്ചടക്കത്തെക്കുറിച്ചുള്ള തത്വമാണ്. ഹെൻറി ഫയോളിൻ്റെ അച്ചടക്കത്തെക്കുറിച്ചുള്ള തത്വമാണ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ ഈസ് ദ ഒബീഡിയൻസ് ടു ഓർഗനൈസേഷൻ റൂൾസ് ആൻഡ് സുപ്പീരിയേഴ്സ് വിച്ച് ആർ നെസസറി ഫോർ ദ വർക്കിംഗ് ഓഫ് ദ ഓർഗനൈസേഷൻ. സ്ഥാപനത്തിലെ സുപ്പീരിയേഴ്സ്, മേലുദ്യോഗസ്ഥരെയും അതുപോലെ സ്ഥാപനത്തിലെ നിയമങ്ങൾ, റൂൾസ്, ഇവയുമൊക്കെ അനുസരിക്കലാണ് ഡിസിപ്ലിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അച്ചടക്കം എന്നുള്ള വാക്ക് നമുക്ക് സുപരിചിതമാണ്. സോ ഡിസിപ്ലിൻ ഈസ് ദ obedience to organization rules and superiors which are necessary for the working of the organization. ഏത് സ്ഥാപനമായിക്കോട്ടെ, ബിസിനസ് സ്ഥാപനമാവണമെന്നില്ല, വിദ്യാഭ്യാസ സ്ഥാപനമായിക്കോട്ടെ, എല്ലാത്തരം സ്ഥാപനങ്ങളിലും ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അനിവാര്യമാണ്. അക്കോർഡിംഗ് ടു ഫയോൾ, ഡിസിപ്ലിൻ റിക്വയർസ് ഗുഡ് സൂപ്പർവൈസേഴ്സ് അറ്റ് ഓൾ ലെവൽസ്, ക്ലിയർ കട്ട് റൂൾസ് ആൻഡ് ജുഡീഷ്യസ് ആപ്ലിക്കേഷൻ ഓഫ് പെനാൽറ്റീസ്. ഹെൻറി ഫയോളിൻ്റെ അഭിപ്രായത്തിൽ ഡിസിപ്ലിൻ ഉണ്ടാകാൻ വേണ്ടി 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഒരു സ്ഥാപനത്തിൽ ഡിസിപ്ലിൻ ഉണ്ടാകണമെങ്കിൽ 3 കാര്യങ്ങൾ അനിവാര്യമാണെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഫസ്റ്റ്ലി, ഗുഡ് സൂപ്പർവൈസേഴ്സ് അറ്റ് ഓൾ ലെവൽസ്. കാര്യങ്ങൾ സൂപ്പർവൈസ് ചെയ്യാൻ ആൾക്കാരുണ്ടാവണം. അപ്പോൾ സൂപ്പർവൈസേഴ്സിൻ്റെ സാന്നിധ്യം ഡിസിപ്ലിൻ അനിവാര്യമാണ്. ആൻഡ് ദർ ഷുഡ് ബി ക്ലിയർ കട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് ഓൾസോ ജുഡീഷ്യസ് ആപ്ലിക്കേഷൻ ഓഫ് പെനാൽറ്റീസ്. അവിടെ ആ റൂൾസ് അനുസരിക്കാത്തവരെ പണിഷ് ചെയ്യാനുള്ള, അവർക്ക് പെനാൽറ്റീസ് ഇമ്പോസ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടാവണം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സ്ഥാപനത്തിൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുള്ളൂ ഹെൻറി ഫയോളിൻ്റെ അഭിപ്രായം. അത് നമ്മുടെ വിദ്യാലയങ്ങളിലാണെങ്കിലും എവിടെയാണെങ്കിലും ബിസിനസ് സ്ഥാപനങ്ങളിൽ പോലും ഈ പറയുന്ന ഡിസിപ്ലിനെ കുറിച്ചുള്ള പ്രിൻസിപ്പിൾ വളരെ പ്രസക്തമാണ്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ആവശ്യമുണ്ട്. ഒന്നാമതായിട്ട് കൃത്യമായിട്ട് സൂപ്പർവിഷൻ നടക്കണം. സൂപ്പർവൈസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം. നിയമലംഘനം നടത്തുന്നവരെ ശ്രദ്ധിക്കാനുള്ള സംവിധാനം ഉണ്ടാവണം. രണ്ടാമതായിട്ട് അവിടുത്തെ നിയമങ്ങളൊക്കെ കൃത്യതയോടെ ഉള്ളതായിരിക്കണം. കൃത്യമായിട്ട് നിയമങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. ദർ ഷുഡ് ബി ക്ലിയർ കട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് ദർ ഷുഡ് ബി റിവാർഡ് ആൻഡ് പണിഷ്മെൻറ്റ് സിസ്റ്റം. അപ്പോൾ റൂൾസ് കൃത്യമായിട്ട് അനുസരിക്കുന്നവരെ ആദരിക്കാനും അല്ലെങ്കിൽ അവർക്ക് വേണ്ട റിവാർഡ് കൊടുക്കാനും അനുസരിക്കാത്തവർക്ക് പെനാൽറ്റി ഇമ്പോസ് ചെയ്യാനും അവരെ ശിക്ഷിക്കാനുമുള്ള സംവിധാനം ഉണ്ടാവണം. സോ ദീസ് ഡിസിപ്ലിൻ ഈസ് റിക്വയർഡ് ഫോർ ബോത്ത് വർക്കേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ്. അല്ലാതെ വർക്കേഴ്സിന് മാത്രം വേണ്ട ഒരു കാര്യമല്ല ഡിസിപ്ലിൻ. ബോത്ത് ഇറ്റ് ഈസ് റിക്വയർഡ് ഫോർ വർക്കേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ്. സോ ദാറ്റ് ഈസ് അബൌട്ട്
പ്രിൻസിപ്പിൾ ഓഫ് ഡിസിപ്ലിൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നതിനെക്കുറിച്ചുള്ള ഹെൻറി ഫയോളിൻ്റെ അഭിപ്രായമാണത്. ദെൻ ഫോർത്തിലി യൂണിറ്റി ഓഫ് കമാൻഡ് എന്നുള്ള ആജ്ഞ ഐക്യം എന്നുള്ള അദ്ദേഹത്തിൻ്റെ തത്വം. യൂണിറ്റി ഓഫ് കമാൻഡ്, ആജ്ഞ ഐക്യം. അക്കോർഡിംഗ് ടു ഫയോൾ, ദർ ഷുഡ് ബി ഓൺലി വൺ ബോസ് ഫോർ എവരി ഇൻഡിവിജ്വൽ എംപ്ലോയി. ഒരു മേലുദ്യോഗസ്ഥനെ പാടുള്ളൂ, ഒരു കീഴുദ്യോഗസ്ഥന് എന്നുള്ള സിമ്പിളായിട്ടുള്ള ആശയമാണ് യൂണിറ്റി ഓഫ് കമാൻഡിലൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ദർ ഷുഡ് ബി ഓൺലി വൺ superior, that is boss. Only one superior for every individual employee. ഒരു കീഴ്ജീവനക്കാരന് ഒറ്റൊരു മേലുദ്യോഗസ്ഥനെ പാടുള്ളൂ. അതായത് ഡ്യുവൽ സബോർഡിനേഷൻ പാടില്ല. ഒരിക്കലും ഒരു കീഴുദ്യോഗസ്ഥൻ ഒന്നിലധികം മേലുദ്യോഗസ്ഥൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ വരാൻ പാടില്ല. If an employee gets orders from two superiors at the same time, it is against the unity of command. അപ്പോൾ ഒരു കീഴുദ്യോഗസ്ഥൻ ഒന്നിലധികം സുപ്പീരിയേഴ്സിൽ നിന്നും മേലുദ്യോഗസ്ഥരിൽ നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അവിടെ യൂണിറ്റി ഓഫ് കമാൻഡ് വയലേറ്റ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ലംഘനം നടക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് ഡ്യുവൽ സബോർഡിനേഷൻ പാടില്ല. ഒരു കീഴുദ്യോഗസ്ഥന് ഒന്നിലധികം മേലുദ്യോഗസ്ഥൻ പാടില്ല എന്നുള്ള ആശയമാണ് യൂണിറ്റി ഓഫ് കമാൻഡിലൂടെ ഹെൻറി ഫയോൾ മുന്നോട്ട് വെക്കുന്നത്. ഡ്യുവൽ സബോർഡിനേഷൻ ഷുഡ് ബി അവോയ്ഡഡ്. ഒരു കീഴുദ്യോഗസ്ഥന് അനവധി മേലുദ്യോഗസ്ഥരുണ്ടാകുന്ന ഇമ്മീഡിയറ്റ് സൂപ്പർവൈസേഴ്സ് ഒന്നിലധികം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവരുത്. ദിസ് ഈസ് ടു പ്രിവെൻറ്റ് കൺഫ്യൂഷൻ ടു സബോർഡിനേറ്റ്സ് ആൻഡ് ഓൾസോ അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക്. അപ്പോൾ ഡ്യുവൽ സബോർഡിനേഷൻ ഉണ്ടെങ്കിൽ അതിലൂടെയുള്ള അപകടമെന്ന് പറയുന്നത് വർക്കേഴ്സിന് കൺഫ്യൂഷൻ ഉണ്ടാകും. ആരുടെ നിർദ്ദേശമാണ് പാലിക്കേണ്ടത്, ഏത് മാനേജർ നിർദ്ദേശിക്കുന്ന കാര്യമാണ് അനുസരിക്കേണ്ടത്. പലപ്പോഴും അവിടെ നിർദ്ദേശങ്ങൾ കോൺട്രാഡിക്ഷൻ ഉണ്ടാവും. അപ്പോൾ അവിടെ ആര് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നുള്ളൊരു കൺഫ്യൂഷൻ കീഴ് ജീവനക്കാർക്കുണ്ടാകും. ആൻഡ് ദർ മേ ബി ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക്. ഒരേ വർക്ക് തന്നെ അവിടെ ആവർത്തിച്ച് ചെയ്യേണ്ട സാഹചര്യം ചിലപ്പോൾ ഉണ്ടായേക്കാം. അപ്പോൾ ഇത്തരത്തിൽ യൂണിറ്റി ഓഫ് കമാൻഡ് ഒരു സ്ഥാപനത്തിൽ ഫോളോ ചെയ്യുന്നില്ലെങ്കിലുള്ള സെറ്റ് ബാക്സ് ആണല്ലേ, പോരായ്മകളാണ്. ഇറ്റ് വിൽ ലീഡ് ടു കൺഫ്യൂഷൻ ടു വർക്കേഴ്സ് ആൻഡ് ഓൾസോ ഇറ്റ് മേ ലീഡ് ടു ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക്. അതുകൊണ്ട് യൂണിറ്റി ഓഫ് കമാൻഡ്, ആജ്ഞ ഐക്യം ഒരു സ്ഥാപനത്തിൽ പാലിക്കേണ്ടതുണ്ട്. എപ്പോഴും ഒറ്റൊരു മേലുദ്യോഗസ്ഥൻ മാത്രമേ കീഴ് ജീവനക്കാരന് തൊട്ട് മുകളിലുണ്ടാകാൻ പാടുള്ളൂ. അയാളെ നേരിട്ട് സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റൊരു മേലുദ്യോഗസ്ഥൻ മാത്രമേ പാടുള്ളൂ എന്നുള്ള ഒരു ആശയമാണ് യൂണിറ്റി ഓഫ് കമാൻഡിലൂടെ ഹെൻറി ഫയോൾ പങ്കുവെക്കുന്നത്. ദെൻ നെക്സ്റ്റ് അബൌട്ട് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, മാർഗനിർദ്ദേശ ഐക്യം. യൂണിറ്റി ഓഫ് ഡയറക്ഷനിലുള്ള യൂണിറ്റി, മാർഗനിർദ്ദേശം നൽകുന്നതിലുള്ള യൂണിറ്റിയാണ്. All the units of an organization should be moving towards the same objective through coordinated and focused efforts. നമുക്കറിയാം, ഒരു സ്ഥാപനത്തിൽ പൊതുലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. ഈച്ച് ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഹാവിങ് ദ സെയിം ഒബ്ജക്റ്റീവ് മസ്റ്റ് ഹാവ് വൺ ഹെഡ് ആൻഡ് വൺ പ്ലാൻ. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്നുള്ള പ്രിൻസിപ്പിലൂടെ ഹെൻറി ഫയോൾ പറയുന്നത് വൺ ഹെഡ് ആൻഡ് വൺ പ്ലാൻ. ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസിന് സെയിം ഒബ്ജക്റ്റീവ് ഉള്ള, സേ എ ഡിപ്പാർട്ട്മെൻറ്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അല്ലെങ്കിൽ അവിടെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, അല്ലെങ്കിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പൊതു ലക്ഷ്യമാണുള്ളത്. അത്തരത്തിലൊരു ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസിന് സെയിം ഒബ്ജക്റ്റീവ്സ് ഉള്ള ഒരേ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഓരോ ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസിനും ഒരു ഹെഡും ഒരു പ്ലാനേ പാടുള്ളൂ. ഒന്നിലധികം പ്ലാനുകളുമായിട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റ് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഒന്നിലധികം തലവന്മാർ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രവർത്തനങ്ങളെ ക്രോഡീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല, ഏകോപനമോട് സാധ്യമല്ല. ദിസ് എൻഷുവേഴ്സ് യൂണിറ്റി ഓഫ് ആക്ഷൻ ആൻഡ് കോർഡിനേഷൻ. അപ്പോൾ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ യൂണിറ്റി ഓഫ് ആക്ഷൻ, പ്രവർത്തനത്തിലുള്ള ഒരുമ അല്ലെങ്കിൽ ഏകോപനം സാധ്യമാകുകയുള്ളൂ. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ
ഏകോപനം കൊണ്ടുവരണമെങ്കിൽ, അല്ലെങ്കിൽ ഒറ്റക്കെട്ടായ ഒരുമയോടുള്ള പ്രവർത്തനം സാധ്യമാക്കണമെങ്കിൽ അവിടെ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യേണ്ടതുണ്ട്. ബട്ട് ദിസ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ആൻഡ് യൂണിറ്റി ഓഫ് കമാൻഡ് ആർ എൻറ്റയർലി ഡിഫറെൻറ്റ്. രണ്ടും വ്യത്യസ്തമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നതും യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നതും രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണ്. അവയെ നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. സോ അബൌട്ട് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ യൂണിറ്റി ഓഫ് കമാൻഡ് ആൻഡ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ആജ്ഞ ഐക്യവും മാർഗനിർദ്ദേശ ഐക്യവും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? In case of unity of command, one subordinate should receive orders from only one superior. Unity of command ആകുമ്പോൾ നമ്മൾ കണ്ടു, ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രമേ ഒരു സബോർഡിനേറ്റ് നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. ബട്ട് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, ഈച്ച് ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഹാവ് വൺ ഹെഡ് ആൻഡ് വൺ പ്ലാൻ. ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ഹെഡും ഒരു പ്ലാനേ പാടുള്ളൂ എന്നാണ് അതിൽ പറയുന്നത്. ആൻഡ് സെക്കൻഡ്ലി, യൂണിറ്റി ഓഫ് കമാൻഡ് ഈസ് ഇൻറ്റൻഡഡ് ടു പ്രിവെൻറ്റ് ഡ്യുവൽ സബോർഡിനേഷൻ. ഇരട്ട യജമാനത്വം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് യൂണിറ്റി ഓഫ് കമാൻഡ് കൊണ്ടുവരുന്നത്. ബട്ട് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ഇറ്റ് പ്രിവെൻറ്റ്സ് ഓവർലാപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ്. ഓവർലാപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് അഗെയിൻ, യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് അഫക്ട്സ് ആൻ ഇൻഡിവിജ്വൽ എംപ്ലോയി. യൂണിറ്റി ഓഫ് കമാൻഡ് വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇൻഡിവിജ്വൽ വർക്കറെ മാത്രമേ അത് ബാധിക്കുന്നുള്ളൂ. സ്ഥാപനത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന കാര്യമല്ല. ഒരു വർക്കർക്ക് മാത്രമേ അവിടെ കൺഫ്യൂഷൻ ഉണ്ടാകുന്നുള്ളൂ. എന്നാൽ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് അഫക്ട്സ് ദ എൻറ്റയർ ഓർഗനൈസേഷൻ. എൻറ്റയർ ഓർഗനൈസേഷനെയാണ് ബാധിക്കുന്നത്. കാരണം ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനം ആകെ എന്താണ് അവതാളത്തിലാകുന്നു, അല്ലെങ്കിൽ അവിടെ ആ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയില്ല. കാരണം അവിടെ കോർഡിനേഷൻ സാധ്യമല്ലാതെ വരുന്നു യൂണിറ്റി ഓഫ് ഡയറക്ഷനിലൂടെ. സോ ഇൻ കേസ് ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ് ഇറ്റ് അഫക്ട്സ് ഓൺലി ആൻ ഇൻഡിവിജ്വൽ എംപ്ലോയി. ഒറ്റൊരു ജീവനക്കാരനെ മാത്രമാണ്, ഒരു സബോർഡിനേറ്റ് സുപ്പീരിയർ റിലേഷനിൽ മാത്രം അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്. എന്നാൽ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ സ്ഥാപനത്തിനെ മൊത്തം ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇറ്റ് അഫക്ട്സ് ദ എൻറ്റയർ ഓർഗനൈസേഷൻ. സോ ദീസ് ഓൾ ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ യൂണിറ്റി ഓഫ് കമാൻഡ് ആൻഡ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. നെക്സ്റ്റ് വി ഷാൽ കം ടു ദ സിക്സ്ത് പ്രിൻസിപ്പിൾ ഓഫ് ഹെൻറി ഫയോൾ. ഹെൻറി ഫയോളിൻ്റെ ആറാമത്തെ പ്രിൻസിപ്പിളാണ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. പൊതു താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കണം. ജനറൽ ഇൻട്രസ്റ്റ് അഥവാ പൊതു താല്പര്യങ്ങൾ, സ്ഥാപനത്തിൻ്റെ പൊതു ലക്ഷ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. അത് സുപ്പീരിയർ ആയിരിക്കണം. അപ്പോൾ എന്ത് സബോർഡിനേറ്റ് ആയിരിക്കണം? ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് സബോർഡിനേഷൻ ഉണ്ടാവണം. എപ്പോഴും പ്രാധാന്യം കൊടുക്കേണ്ടത് പൊതു ലക്ഷ്യങ്ങൾക്കായിരിക്കും, അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ പൊതു താല്പര്യങ്ങൾക്കായിരിക്കണം. അക്കോർഡിംഗ് ടു ഫയോൾ, ദ ഇൻട്രസ്റ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഷുഡ് ടേക്ക് പ്രയോറിറ്റി ഓവർ ദ ഇൻട്രസ്റ്റ് ഓഫ് എനി വൺ ഇൻഡിവിജ്വൽ എംപ്ലോയി. അപ്പോൾ വ്യക്തി താല്പര്യങ്ങളെക്കാളും, അല്ലെങ്കിൽ ഒരു ജീവനക്കാരൻ്റെ പേഴ്സണലായിട്ടുള്ള ഇൻട്രസ്റ്റിനേക്കാളും പ്രാധാന്യം കൊടുക്കേണ്ടത് എപ്പോഴും സ്ഥാപനത്തിൻ്റെ പൊതു ലക്ഷ്യങ്ങൾക്കാണ്. വ്യക്തികളെ അവഗണിച്ചും സ്ഥാപനത്തിൻ്റെ പൊതു ലക്ഷ്യങ്ങൾ സംരക്ഷിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഹെൻറി ഫയോൾ ഈ പ്രിൻസിപ്പിളിലൂടെ മുന്നോട്ട് വെക്കുന്നത്. സോ എ മാനേജർ ഷുഡ് നോട്ട് ഫാൾ ഇൻ ടു ടെംപ്റ്റേഷൻ ഓഫ് മിസ്യൂസിങ് ഹിസ് പവർ ഫോർ ഇൻഡിവിജ്വൽ ബെനഫിറ്റ് അറ്റ് ദ കോസ്റ്റ് ഓഫ് ലാർജർ ജനറൽ ഇൻട്രസ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. അപ്പോൾ ഈ തത്വം മനസ്സിലാക്കിക്കൊണ്ട് മാനേജർമാർ ഒരിക്കലും അവരുടെ സ്വകാര്യ താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് സ്ഥാപനത്തിൻ്റെ പൊതു താല്പര്യങ്ങളെ വിസ്മരിക്കാൻ പാടില്ല. ഈ പ്രിൻസിപ്പിൾ മാനേജർമാർ തീരുമാനമെടുക്കുന്നതിൽ പലപ്പോഴും നിർണായകമാകാറുണ്ട്. അപ്പോൾ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ പരിഗണിക്കാൻ പാടില്ല എന്നല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, മാനേജ്മെൻറ്റിന് വ്യക്തി താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നത് ഒരു ലക്ഷ്യമാണ്. മാനേജ്മെൻറ്റ് ലക്ഷ്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റുകൾ പരിരക്ഷിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളത് മാനേജ്മെൻറ്റ് ലക്ഷ്യം തന്നെയാണ്. എന്നാൽ ഇവിടെ വ്യക്തിപരമായ താല്പര്യങ്ങളും പൊതു താല്പര്യങ്ങളും തമ്മിലൊരു കോൺട്രാഡിക്ഷൻ ഉണ്ടാകുമ്പോൾ മാനേജർമാരെ തീരുമാനമെടുക്കുന്നതിൽ സ്വാധീനിക്കുന്ന ഒരു പ്രിൻസിപ്പിളാണിത്. വ്യക്തിപരമായ താല്പര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് പൊതു താല്പര്യങ്ങൾക്ക്, അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ ലാർജർ ഇൻട്രസ്റ്റിന്, അല്ലെങ്കിൽ പൊതു താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കണം. അപ്പോൾ വ്യക്തി താല്പര്യങ്ങളും
സ്ഥാപനത്തിൻ്റെ പൊതു താല്പര്യങ്ങളും തമ്മിൽ അവിടെ വൈരുദ്ധ്യം ഉണ്ടാകുമ്പോൾ, ഒരു കോൺട്രാഡിക്ഷൻ ഉണ്ടാകുമ്പോൾ മാനേജർമാർ ഈ പ്രിൻസിപ്പിൾ ആണ് മുറുകെ പിടിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ പ്രിൻസിപ്പിൾ അനുസരിച്ച് വേണം തീരുമാനമെടുക്കാൻ. അവിടെ വ്യക്തികളെക്കാളും സ്ഥാപനത്തിനാണ് പ്രാധാന്യം. സ്ഥാപനത്തിൻ്റെ പൊതു താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കണം എന്ന് കരുതി വ്യക്തി താല്പര്യങ്ങൾ അവഗണിക്കണമെന്നല്ല. എന്നാൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വ്യക്തി താല്പര്യങ്ങളും സ്ഥാപനത്തിൻ്റെ പൊതു താല്പര്യങ്ങളും തമ്മിൽ അവിടെ വൈരുദ്ധ്യമുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു കോൺട്രാഡിക്ഷൻ ഉണ്ടാകുമ്പോൾ, ഒത്തുപോകാത്തപ്പോൾ അവിടെ വ്യക്തി താല്പര്യങ്ങൾ അവഗണിക്കുക. സ്ഥാപനത്തിൻ്റെ പൊതു താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കണമെന്നാണ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ് എന്നുള്ള ഈ തത്വം അനുശാസിക്കുന്നത്. മാനേജർമാർക്ക് ക്രിട്ടിക്കൽ തീരുമാനങ്ങൾ, നിർണായക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഈ പ്രിൻസിപ്പിൾ പലപ്പോഴും മാർഗനിർദ്ദേശമായിട്ട് മാറുന്നു. ദെൻ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് അബൌട്ട് ദ റെമ്യൂണറേഷൻ ടു പേഴ്സണൽ. ജീവനക്കാർക്ക് റെമ്യൂണറേഷൻ കൊടുക്കുന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ സ്ഥാപനത്തിൽ നിന്നും പ്രതിഫലം കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള ഹെൻറി ഫയോളിൻ്റെ അഭിപ്രായം. ദ പേ ആൻഡ് കോമ്പൻസേഷൻ ഷുഡ് ബി ഫെയർ ടു ബോത്ത് എംപ്ലോയീസ് ആൻഡ് ഓർഗനൈസേഷൻ. അപ്പോൾ അദ്ദേഹത്തിന് കൂലി കൊടുക്കുന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ജീവനക്കാർക്ക് പ്രതിഫലം കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വ്യക്തമായിരുന്നു. ഫെയർ ടു ബോത്ത് എംപ്ലോയീസ് ആൻഡ് ദ ഓർഗനൈസേഷൻ. ഒരേ സമയത്ത് ന്യായവും യുക്തവുമായിരിക്കണം. ആർക്കൊക്കെ? എംപ്ലോയീസിനും സ്ഥാപനത്തിനും ഓർഗനൈസേഷനും. ജീവനക്കാർക്ക് അത് ഫെയർ ആവണം എന്ന് കരുതി അമിതമായിട്ടുള്ള ശമ്പളം കൊടുക്കണമെന്നല്ല. ഇറ്റ് ഷുഡ് ഓൾസോ ബി ഫെയർ ടു ദ ഓർഗനൈസേഷൻ. സ്ഥാപനത്തിന് താങ്ങാൻ പറ്റുന്നതായിരിക്കണം, അല്ലെങ്കിൽ സ്ഥാപനത്തിന് ലാഭവുമായിട്ട് ഒത്തുപോകുന്നതായിരിക്കണം. സോ ഇറ്റ് ഷുഡ് ബി ഫെയർ ബോത്ത് ടു എംപ്ലോയീസ് ആൻഡ് ഓർഗനൈസേഷൻ. ദ എംപ്ലോയീസ് ഷുഡ് ബി പെയ്ഡ് ഫെയർ വേജസ് വിച്ച് ഷുഡ് ഗിവ് ദം അറ്റ് ലീസ്റ്റ് എ റീസണബിൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ന്യായമായും മാന്യമായും ജീവിക്കാനുള്ള ഒരു ശമ്പളം തീർച്ചയായിട്ടും ജീവനക്കാർക്ക് കൊടുക്കേണ്ടതുണ്ട്. ദ എംപ്ലോയീസ് ഷുഡ് ബി പെയ്ഡ് ഫെയർ വേജസ് വിച്ച് ഷുഡ് ഗിവ് ദം അറ്റ് ലീസ്റ്റ് എ റീസണബിൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. At the same time, it should be within the paying capacity of the company. സ്ഥാപനത്തിന് ബെയറബിൾ ആയിരിക്കണം, സ്ഥാപനത്തിന് കൊടുക്കാൻ കഴിയുന്നതായിരിക്കണം. ജീവനക്കാരുടെ താല്പര്യം സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് അമിത ശമ്പളം കൊടുത്തുകൊണ്ട് ഒരിക്കലും നഷ്ടത്തിൽ ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ സാധ്യമല്ല. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഷുഡ് ബി വിതിൻ ദ പേയിങ് കപ്പാസിറ്റി ഓഫ് ദ കമ്പനി. സ്ഥാപനത്തിൻ്റെ പേയിങ് കപ്പാസിറ്റിക്കും അനുസരണമായിരിക്കണം. അതാണ് ഫെയർ, നോട്ട് ഓൺലി ടു എംപ്ലോയീസ് ബട്ട് ഓൾസോ ടു ദ ഓർഗനൈസേഷൻ. റെമ്യൂണറേഷൻ ടു എംപ്ലോയീസ് ഷുഡ് ബി ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ. അതാണ്, ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ആയിരിക്കണം റെമ്യൂണറേഷൻ. ന്യായവും യുക്തവുമായിരിക്കണം. കൂലി കൊടുക്കുന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ജീവനക്കാർക്ക് റെമ്യൂണറേഷൻ കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയാണിത്. ഇറ്റ് ഷുഡ് ബി ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ. ന്യായവും യുക്തവുമായിരിക്കണം, നീതിയുക്തമായിരിക്കണം. അതേസമയത്ത് എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കുന്നതായിരിക്കണം. തുല്യതയും അവിടെ ന്യായദീക്ഷയും അവിടെ ഉറപ്പാക്കേണ്ടതുണ്ട്. കൂലിയിൽ ഡിസ്ക്രിമിനേഷൻ പാടില്ല, വിവേചനം ആരോടും പാടില്ല. എല്ലാവർക്കും ന്യായമായിട്ടുള്ളതും അല്ലെങ്കിൽ സമഭാവനയോടുള്ള കൂലി സമ്പ്രദായം വേണം. അവിടെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ പോലുള്ള കാര്യങ്ങൾ പാടില്ല. സ്ത്രീ തൊഴിലാളികൾക്ക് കുറഞ്ഞ കൂലി, അത്തരത്തിലുള്ള ഈ പറയുന്ന അൺജസ്റ്റിസ് അല്ലെങ്കിൽ ഈക്വാലിറ്റിക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. സോ റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ് ഷുഡ് ബി ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ. ന്യായവും യുക്തവുമായിരിക്കണം അത്. ദെൻ നെക്സ്റ്റ് അബൌട്ട് ദ 8th പ്രിൻസിപ്പിൾ ഓഫ് ഹെൻറി ഫയോൾ, സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. കേന്ദ്രീകരണവും വികേന്ദ്രീകരണവും. ദ സെൻട്രലൈസേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ്, the concentration of decision making authority only at the top level is called centralization. ടോപ്പ് ലെവലിൽ മാത്രം അധികാരം, തീരുമാനമെടുക്കാനുള്ള അധികാരം മാനേജ്മെൻറ്റിൻ്റെ ഉയർന്ന തലങ്ങളിൽ മാത്രമാണെങ്കിൽ അത് കേന്ദ്രീകരണമാണ്, അധികാര കേന്ദ്രീകരണമാണ്, സെൻട്രലൈസേഷനാണ്. ബട്ട് ഡീസെൻട്രലൈസേഷൻ ഈസ് ദ ഡിസ്പേഴ്സൽ ഓഫ് അതോറിറ്റി ടു ഓൾ മാനേജേഴ്സ് അറ്റ് ദ ലോവർ ലെവൽസ്. എന്നാൽ താഴെ തലങ്ങളിലുള്ള മാനേജർമാർക്കും അധികാരം വിട്ടുകൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഡീസെൻട്രലൈസേഷനാണ്, വികേന്ദ്രീകരണം എന്ന് പറയും. വികേന്ദ്രീകരണത്തിൻ്റെ കാലഘട്ടമാണെന്ന് നമുക്കറിയാം. എല്ലാം ടോപ്പ് ലെവലിൽ മാത്രം അധികാരങ്ങൾ കൈയാളുന്ന രീതി മാറ്റി താഴെ തലങ്ങളിലേക്കും അധികാരം വിട്ടു നൽകുന്ന രീതി ആണ് ഇന്നുള്ളത്. There should be a proper balance between centralization and decentralization in the organization. ഹെൻറി ഫയോൾ പറഞ്ഞത് there should be a proper balance between centralization and decentralization.
പൂർണ്ണമായിട്ടുള്ള കേന്ദ്രീകരണമോ പരിപൂർണമായിട്ടുള്ള വികേന്ദ്രീകരണമോ ഒരിക്കലും ഒരു സ്ഥാപനത്തിന് നല്ലതല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് അദ്ദേഹം. അതായത് ഒരു പാരിറ്റി വേണം, ഒരു തുല്യത വേണം. കുറേ അധികാരങ്ങൾ ടോപ്പ് ലെവൽ കൈവശം വെക്കേണ്ടതുണ്ട്, എന്നാൽ കുറേ അധികാരങ്ങൾ എന്താണ് താഴെ തലങ്ങളിലേക്ക് വിട്ടുകൊടുക്കണം. പൂർണ്ണമായ അധികാര കേന്ദ്രീകരണമോ പൂർണ്ണമായ അധികാര വികേന്ദ്രീകരണമോ ഒരിക്കലും ഹെൻറി ഫയൽ സപ്പോർട്ട് ചെയ്തിട്ടില്ല. പൂർണ്ണമായ അധികാര വികേന്ദ്രീകരണവും ദോഷകരമാണ്. ടോപ്പ് ലെവലിന് ഒരു അധികാരവുമില്ല, ലോവർ ലെവലിലാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അതൊരിക്കലും സ്ഥാപനത്തിന് നല്ലതല്ല. ടോപ്പ് ലെവലിൻ്റെ അവിടെ നിയന്ത്രണമുണ്ടാവണം, ചില അധികാരങ്ങൾ അവരിൽ മാത്രമായിരിക്കണം. അപ്പോൾ അത്തരത്തിൽ അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത് പൂർണ്ണതോതിലുള്ള അധികാര വികേന്ദ്രീകരണം ഒരിക്കലും നല്ലതല്ല. നമുക്കറിയാം, ഇതൊരു ഓപ്ഷണൽ പോളിസിയാണ്. ഒരു സ്ഥാപനം സെൻട്രലൈസ്ഡ് ആവണമോ ഡീസെൻട്രലൈസ്ഡ് ആകണമെന്ന് അവിടുത്തെ മാനേജ്മെൻറ്റാണ് തീരുമാനിക്കുന്നത്. എല്ലാ അധികാരങ്ങളും ടോപ്പ് മാനേജ്മെൻറ്റ് പിടിച്ചു വെക്കുന്നുണ്ടെങ്കിൽ അത് സെൻട്രലൈസേഷൻ എന്നുള്ള പോളിസിയാണ്. ഒരധികാരവും താഴെത്തട്ടിലേക്ക് വിട്ടുകൊടുക്കുന്നില്ല. അത് അഭികാമ്യമല്ല. താഴെ തലങ്ങളിലേക്ക് അധികാരം പകർന്നു കൊടുക്കാതെ സ്മൂത്തായിട്ടൊരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. എന്നാൽ എല്ലാ അധികാരങ്ങളും താഴെത്തട്ടിലേക്ക് വിട്ടുകൊടുക്കുക, അത് ഡീസെൻട്രലൈസേഷനാണ്. അപ്പോൾ അവിടെ ടോപ്പ് മാനേജ്മെൻറ്റ് വെറും നോക്കുകുത്തിയായിട്ട് മാറുകയും അവിടെ അവർക്ക് അധികാരമൊന്നുമില്ലാതെ എല്ലാ അധികാരങ്ങളും ലോവർ ലെവലിലേക്ക് വിട്ടുകൊടുക്കുന്നതും സ്ഥാപനത്തിന് ലോങ് റണ്ണിൽ അഭികാമ്യമല്ല. അതുകൊണ്ടാണ് ഹെൻറി ഫയൽ പറഞ്ഞത് ദർ ഷുഡ് ബി പ്രോപ്പർ ബാലൻസ് ബിറ്റ്വീൻ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. അധികാര കേന്ദ്രീകരണവും അധികാര വികേന്ദ്രീകരണവും തമ്മിൽ ഒരു പ്രോപ്പർ ബാലൻസ്, ഒരു സന്തുലനം ആവശ്യമുണ്ട്. പൂർണ്ണമായിട്ടുള്ള സെൻട്രലൈസേഷനോ പൂർണ്ണമായിട്ടുള്ള ഡീസെൻട്രലൈസേഷനോ സ്ഥാപനത്തിന് അനുയോജ്യമല്ല എന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു ഹെൻറി ഫയൽ. സോ ദാറ്റ് അബൌട്ട് the principle of centralization and decentralization. There should be proper balance between centralization and decentralization in the organization. ഹെൻറി ഫയോളിൻ്റെ ആദ്യ 8 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. തുടർന്നുള്ള പ്രിൻസിപ്പിൾസ് നമ്മൾ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതാണ്. So thank you all. Thank you for watching this video.